ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സൂപ്പർ ജിംനി എന്ന സിനിമയുടെ കാസ്റ്റും ഉണ്ട്, അതേപോലെ ഒരു ക്രൂ മെമ്പറും ഉണ്ട്. വേറെ ആരെല്ലാം നമ്മളെ ആ സിനിമയിലൂടെ നമുക്ക് മുന്നിലെത്താൻ പോണ പ്രശാന്തും അതേപോലെ സിനിമയുടെ ഡയറക്ടറായ അനൂപ് ചേട്ടനാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അതാണ് ഞാൻ ആദ്യം പറയേണ്ടത്. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? എന്താണ് നമ്മുടെ ഈ സൂപ്പർ ജിംനി എന്ന സിനിമ? സൂപ്പർ എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ അറിയില്ല, സൂപ്പർ അടിപൊളി. ജിംനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇന്നത്തെ ക്യാരക്ടറിൻ്റെ പേരല്ല, പക്ഷെങ്കിൽ ജിംനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അതർ ലാംഗ്വേജിൽ നിന്ന് കിട്ടിയ എടുത്തൊരു വേർഡാണ്. എനിക്ക് പെട്ടെന്ന് ജിംനി കേട്ടപ്പോ നമ്മുടെ പുതിയ മാരുതിയുടെ വണ്ടിയില്ലേ, ജീപ്പ്, അതാണ് ഓർമ്മ വന്നത്. അല്ല, അതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ്. നമ്മൾ റിലേറ്റഡ് ഇൻ ദ സെൻസ് ഒരു വെഹിക്കിൾ ആണ് എന്ന് വെച്ചാൽ ഒരു സൂപ്പർ പവർ ഉള്ള ഒരു വെഹിക്കിൾ, ഐ മീൻ 4x4 എന്നുള്ളൊരു കോൺസെപ്റ്റ്. സോ ഇതിനകത്തിലൊരു മെയിൻ ക്യാരക്ടർ അഭിനയിക്കുന്ന മീനാക്ഷി എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു ബോൾഡ് ക്യാരക്ടറാണ്. അതുകൊണ്ട് മേ ബി വേണേൽ റിലേറ്റ് ചെയ്യാം. പക്ഷേ ആക്ച്വലി ഷി വാസ് റൈറ്റ് എന്നാണ്. ശരി, അതിലൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, സൂപ്പർ ജിംനി ഷി വാസ് റൈറ്റ്. സോ വാട്ട് എവർ ഷീ ഈസ് ഡൂയിങ് ഷീ ഈസ് റൈറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിന് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി, ഒരു അമ്മയ്ക്ക് വേണ്ടി ആ കുട്ടി ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ജിംനി എന്നുള്ള വേർഡ് തന്നെ ഇട്ടത്. പിന്നീട് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇപ്പം ഇതുപോലെ തന്നെ നമുക്ക് പലരും ചോദിക്കാറുണ്ട് എന്താണ് സൂപ്പർ ജിംനി. അപ്പം അത് തന്നെ സൂപ്പറായില്ലേ. അതന്നെ. പ്രശാന്ത് ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ക്യാരക്ടർ ഇത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന മീനാക്ഷി ആണല്ലോ. മീനാക്ഷിയെ ട്രെയിൻ ചെയ്യുന്ന ഒരു കോച്ചായിട്ടാണ്. മോട്ടിവേഷൻ കം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു കോച്ചായിട്ടാണ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ നമ്മളൊരു വില്ലേജ് സെറ്റപ്പിലാണ്. അപ്പം അവിടെ ഒരു പരുവത്തിൽ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരു കോച്ചിനെ ആവശ്യമായിട്ട് വരും. സോ ആ സമയത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അഗസ്റ്റിൻ ജോസഫ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഞാൻ മീനാക്ഷിയെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി മോട്ടീവ്. സോ അതാണ് ഞാനത് ചെയ്യാനുള്ളത്. അപ്പോൾ എന്നെ ട്രെയിൻ ചെയ്യുന്നു, മോട്ടിവേഷൻ ചെയ്യുന്നു, ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്ലറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ മെൻ്റലിയും സ്ട്രോങ് ആയിരിക്കണം. സോ ഈ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി. സോ ഞാൻ അങ്ങനെ റിയൽ ലൈഫ് ആക്ച്വലി ഞാനൊരു മോഡലിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ഫിലിംസിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അനു എൻ്റെ സുഹൃത്താണ്, ഈവൻ പ്രൊഡ്യൂസർ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം അങ്ങനെയാണ് ഒരു ഓഡീഷൻ ത്രൂ എൻ്റെ ഈ ഒരു ക്യാരക്ടറിലേക്ക് അവർ വന്നത്. സോ പത്തനംതിട്ടയിലായിരുന്നു എൻ്റെ ഫുൾ ഷൂട്ടിങ്. നമ്മുടെ ഹോം ടൗൺ പത്തനംതിട്ടയാണ്. സോ ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. നമ്മൾ എൻജോയ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. സോ ഫൈനലി ഇറ്റ്സ് ഹിയർ. നമ്മൾ 24th റിലീസ് ചെയ്യുകയാണ്. സോ വെരി എക്സൈറ്റഡ്. ഇപ്പൊ അനൂപ് ചേട്ടന്റെ ഫസ്റ്റ് മൂവിയാണ് ഇത്? ഇല്ല, ഇത് സെക്കൻഡ് മൂവി. പടയണി ആസ്പദമാക്കി പച്ചത്തട്ട് എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഓഫ് ബീറ്റ് മൂവി ആയിരുന്നു, പക്ഷേ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് കുറെ കയറിയായിരുന്നു. അപ്പോൾ ഈ ഒരു മൂവി എങ്ങനെ, ഇതിന്റെ കഥ എങ്ങനെ ഇതിലോട്ട് വരുന്നത്? പ്രത്യേകിച്ച് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഡ്രഗ് അഡിക്ഷൻ അങ്ങനത്തെ കുറെ സോഷ്യൽ റെലവൻ്റ് ആയ കുറെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് മൂവിയുടെ കഥ? ഇത് ഈ സമൂഹത്തിൽ നമ്മളെല്ലാം നേരിടുന്ന, അല്ലെ നമ്മുടെയൊക്കെ മുന്നിൽ കൂടെ കാണുന്ന ഒരു വിഷയമാണ്. ഈ ലഹരി അറിയാമല്ലോ, MDMA പോലുള്ള ഒരു ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പം അതാണ് നമ്മൾ അതിൻ്റെ ഒരു, പക്ഷെങ്കിൽ ഒരു സാമൂഹിക ഇത്രയും ഇതായിട്ടുള്ളൊരു വിഷയമാണെങ്കിൽ പോലും നമ്മളൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു കുടുംബ ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ പോകുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു, ഇപ്പോൾ മീനാക്ഷി അങ്ങനെ ഒരുപാട് നല്ല നല്ല കാസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരെങ്ങനെയാണ് സെലക്ട് ചെയ്തത്? നമ്മളിപ്പോൾ ഒരു മൂവി കഥയാണെങ്കിലും അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോഴാണെങ്കിലും കഥ എഴുതുന്ന സമയത്താണെങ്കിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ചിലവർ ആലോചിക്കാറുണ്ടെന്ന് പറയാറുണ്ട്, ഇന്നയാൾ അഭിനയിച്ചാൽ നല്ലതായിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് കാസ്റ്റിംഗ് ഒക്കെ നടക്കുക? കാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 100-108 ക്യാരക്ടേഴ്സെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്പം കൊടച്ചനാട് കനക, അപ്പോൾ കനക ചേച്ചിയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ
അവരൊരു പഴയ കാലഘട്ടത്തിൽ ജീവിച്ചൊരു സ്ത്രീയാണ്. അത് അവസാനം വരെ അത് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം പിന്നെ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് കുടുംബങ്ങളെ താങ്ങി നിർത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്തെ ഈ ഇപ്പം സീമ ചേച്ചി ആണെങ്കിലും പിന്നെ നമ്മുടെ പ്രിയങ്ക ചേച്ചി ആണെങ്കിലും ഇവരെല്ലാം ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബം വരുന്ന സ്ത്രീകളായിട്ട് തന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സാമൂഹിക വിഷയങ്ങൾ പലതും ഈ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെ നമ്മൾ കോർത്തിണക്കി തന്നെ ഇത് സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ ചിരിയും ചിന്തയും. പക്ഷേങ്കിൽ ഇപ്പം അറിയാമല്ലോ, ഒരു നമ്മൾ ലഹരിയുമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമ ചെയ്യുമ്പോൾ അത് ത്രൂ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സബ്ജക്റ്റിലോട്ട് ചെല്ലുവാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്പോർട്സിനെ കൂടെ കണക്ട് ചെയ്തിട്ട് ആണ് അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പ്രശാന്ത് ഈ ഒരു ടീമായിട്ട്? ഒരുപാട് നല്ല കാസ്റ്റുകൾ എല്ലാവരും വെച്ചിട്ടുള്ള നല്ലൊരു അസോസിയേഷൻ ആയിരുന്നു. ബിക്കോസ് ഒരു 36 ഡേയ്സോളം ഷൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കും ഏകദേശം ഒരു 10-15 ഡേയ്സോളം അതിനകത്തിൽ ഞാൻ ഇൻവോൾവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിപ്പം പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും എൻ്റെ സുഹൃത്തായത് കാരണം സോ നമ്മൾ ടോട്ടലി അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. സോ കുറേ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റും. ഐ മീൻ അപ്പാർട്ട് ഫ്രം ആക്ടിങ് നമുക്ക് കുറേ കാര്യങ്ങൾ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ന്യൂ പ്രൊഫഷനാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡെഫിനറ്റ്ലി. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾക്ക്, അതായത് ടീനേജ് ലൈഫിൽ ശരിക്കും നമ്മൾ ഫോം ചെയ്യുന്നത് അവിടെ നിന്നാണ്, നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ അവിടെ നിന്നാണ്. സോ ഈ പറഞ്ഞ പോലെ സ്പോർട്സിന് അതിനകത്ത് റിലവൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് അങ്ങനെയുള്ള അബ്യൂസീവായിട്ട് ചെയ്യുന്ന ടീനേജ് സ്റ്റൈൽ ഇതിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തിൽ നമുക്ക് കുറെ ഇൻവോൾവ്മെന്റ് ആ ഒരു ഫിലിമിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സോങ്സിന്റെ ഒരു ശരിക്കും ഒരു USP ആണ്. നല്ല കുറെ സോങ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, ഓൾറെഡി ഇത് യൂട്യൂബിൽ ഇപ്പൊ ട്രെൻഡിങ് ആണ്. എല്ലാ സോങ്സും ഡിഫറെന്റ് കാറ്റഗറൈസേഷൻ ഉള്ള കുറച്ച് സോങ്സ് ആണ്. So it will be good. People will like it. That's what I think. ഞാൻ ഇത്ര നേരം ഇങ്ങനെ പ്രശാന്തായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നല്ല അടിപൊളി സൗണ്ടാ പ്രശാന്തിന്. ഡബിങ് ചെയ്യാൻ അല്ല, ഡബിങ് ഇപ്പൊ ഞാൻ എന്റെ ഫിലിമിൽ ഞാൻ തന്നെ ഡബ് ചെയ്തു. നേരത്തെ കുറച്ച് ഫിലിംസ് ചെയ്തിരുന്നു, അതിനെല്ലാം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. സോ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും. നല്ല ഗാംഭീര്യമുള്ള, പ്രത്യേകിച്ച് നമ്മള് മൂവിയില് ഇപ്പൊ ഡബിങ് ഒക്കെ ചെയ്യുമ്പോ ചില വില്ലന്മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഹീറോസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ നടത്തിയത് തിരുവനന്തപുരം സെൻറ് മേരീസ് പട്ടം സ്കൂൾ മുതൽ കണ്ണൂർ വരെ നമ്മൾ പ്രൊമോഷൻ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടിയ വലിയൊരു എക്സ്പീരിയൻസ് എന്താണെന്നറിയോ? അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികളെ തിയേറ്ററിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അതെന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമുക്ക് തന്നെ മനസ്സിലായ ഒരു വിഷയം, നമുക്ക് അറിയത്തില്ല സ്കൂളിലൊക്കെ ഇത് ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ കണ്ടന്റ് ഇപ്പം നമ്മളെ ഈ സാമൂഹ്യ പ്രശ്നം സമൂഹം ശരിക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് തന്നെ തോന്നുന്നു. അത് സ്കൂൾ പിള്ളേര് പ്രത്യേകിച്ച് കാണേണ്ട ഒരു വിഷയമാണ്. ബിക്കോസ് ഈ സ്കൂളിലൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ഇത് ആ ഒരു തരത്തിലുള്ള ഒരു ഫിലിമാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ്. അപ്പോൾ സ്കൂളിലൊക്കെ നമ്മളിതിന്റെ പ്രൊമോസും മറ്റു കാര്യങ്ങളൊക്കെ പറയും. അവിടുത്തെ മാനേജ്മെന്റിനോട് സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള കുറെ ഓഫേഴ്സ് സ്കൂൾസിൽ നിന്ന് കിട്ടിയത്. സോ നമ്മുടെ ഒരു പ്രൈമറി ടാർഗറ്റ് ആണ് സ്കൂൾ സ്റ്റുഡൻസ്. നമ്മുടെ ഒരു ഓഡിയൻസ് ആയിട്ട് മാറാൻ പോകുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും എന്തോരം ന്യൂസ് അല്ലത്, ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഓരോരുത്തരും എന്തൊക്കെ ക്രൈമാണ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ അടുത്ത് തന്നെ ഒരു ന്യൂസ് കണ്ടായിരുന്നല്ലോ, അമ്മയുടെ ഇത് നേരത്തെ മുതലേ ഉണ്ടല്ലോ, നമ്മള് ഡെക്കേഡ്സ് ബാക്ക് മുതലേ സംഭവമുണ്ട്. പക്ഷെ അതിന്റെ പുതിയ പുതിയ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം ഡ്രഗ്സ് ആണെങ്കിലും അത് ന്യൂ ഫോംസിലാണ് വരുന്നത്. നേരത്തെ ഒരു ഡെക്കേഡ് ബാക്ക് അതൊന്നും അല്ല, നമ്മൾ വേറെ കുറെ ഡ്രഗ്സിന്റെ പേരാ കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എപ്പോഴാണേലും നമ്മൾ ഇതിന് റെലവൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഫിലിം ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് തികച്ചും അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ ആക്ച്വലി വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടിച്ചൊരു കാര്യം പറയാം. ഈ ശരിക്കും ഓണത്തിന് റിലീസ് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒരു വർഷമായിട്ട് നമ്മുടെ സിനിമയുടെ ഓഡിയൻസിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ.
മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇപ്പം മാർക്കോ ആൾക്ക് കാര്യം വെച്ചാൽ ഏകദേശം ഒരു 20-40 വയസ്സിനുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊരു വലിയൊരു പൾസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ സ്കൂളുകളിൽ നിന്ന് എക്സ്പീരിയൻസും പിന്നെ മറ്റ് എക്സ്പീരിയൻസൊക്കെ നോക്കുമ്പോൾ നല്ല സിനിമയാണെങ്കിൽ ജനം സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഈ ഒരു സിനിമ എന്തൊക്കെ പറഞ്ഞാലും പിറവിയെടുക്കാനാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് പലരും അതിന്റെ പിറകിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ സിനിമയ്ക്കും അങ്ങനെ ഒരു കുറെ സ്ട്രഗിൾസ് എന്താണ് എത്തിയെന്നൊക്കെ കേട്ടു. അപ്പൊ അനുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 years 4 years അല്ലേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മളൊരു ലോങ് ജേർണി ആയിരുന്നു. നമ്മൾ അറിയാമല്ലോ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹാർഡ് കോർ ആളാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളിനെ കണ്ടെത്തുക, ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മൾ കൺവിൻസ് ചെയ്യുക, സോ ഇതൊക്കെ ഡെഫിനറ്റ്ലി ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ബേസിക്കലി നമ്മൾ പത്തനംതിട്ടയെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമുക്കൊരു പ്രൊഡ്യൂസർ വന്നു ഫൈനലി. സോ അങ്ങനെ ഒരു എൻ്റയർ ടീം കൂടുതലും കാസ്റ്റ് അല്ല ക്രൂ കൂടുതലും പത്തനംതിട്ട എന്നുള്ള ആൾക്കാരാണ്. സോ ഇറ്റ് വെൻ ദാറ്റ് വേ ആൻഡ് ഹോപ്പ്ഫുള്ളി വെൻ വെൽ. എന്തായിരുന്നു ഇപ്പൊ അനൂപ്സാണെങ്കിലും ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്താന്ന് വലിയൊരു ടാസ്ക്കാണ്. കണ്ടെത്താ അത് ഫിനാൻഷ്യലി പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയ സമയത്ത് നമ്മുടെ സുബലക്ഷ്മി അമ്മ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ അതിനകത്ത് പുള്ളിയൊക്കെ മരിച്ചുപോയി. അപ്പോൾ അതോടുകൂടി നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നമ്മൾ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സമയത്ത് മഴ സമയമായിരുന്നു. ഒരു 4-5 ദിവസം നമുക്ക് ബ്രേക്കായി. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഇത്രയും ഡേറ്റ് ക്ലാഷ് ആയിപ്പോയി. ഇത്രയും ആർട്ടിസ്റ്റുകൾ കൂടുതലുള്ളപ്പോൾ പ്രശ്നമാണല്ലോ. അപ്പോൾ ടോട്ടലി അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അറിയാമല്ലോ സിനിമയെ പറ്റി. ഈ പൊതുവെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഒരു സിനിമ ഇതാക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവണം, പ്രൊഡ്യൂസേഴ്സിന് ലാഭം വരണം, അങ്ങനെയാണ് പലപ്പോഴും പല ഇതിൽ നോക്കും. വേറൊരു ആംഗിൾ നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും അങ്ങനെ സിനിമേനെ നോക്കി കാണേണ്ടതിൻ്റെ ആവശ്യം തോന്നുന്നു. ലൈക്ക് കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവണം 100% ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ സിനിമ പ്രൊഡ്യൂസറെ സേഫ് ആക്കണം. സിനിമ എന്നുള്ളതല്ല, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നു, അതിപ്പോ ഒരു പെന്നായാലും സിനിമയായാലും സെയിം എഫക്റ്റ് ആണ്. കാര്യം ഒരു പ്രൊഡക്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അത് അതിന് കൺസ്യൂമേഴ്സ് ഉണ്ടാവണം. ആ കൺസ്യൂമേഴ്സ് ഉണ്ടാകുമ്പോൾ ആണ് ആ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നത്. അപ്പോൾ ഒരു വോളിയമിൽ വിറ്റ് പോകുമ്പോഴാണ് ആ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്കോ അതിന് കൊമേഴ്ഷ്യലി വൈബിൾ ആകും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരാൾ വെറുതെ ഒന്നും ചെയ്യില്ലല്ലോ. അല്ല, അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമയിൽ ഏകദേശം ഒരു 500 പേരോളം ടോട്ടൽ വന്നിട്ടുണ്ട്. അതായത് ഒരു മാരത്തോൺ ഞാൻ പറഞ്ഞല്ലേ അതിന്റെ ക്ലൈമാക്സ്, ഒരു സ്റ്റേഡിയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം ആൾക്ക്. പിന്നെ മാരത്തോൺ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരുപാട് പേര്. പിന്നെ സോങ് ആണെങ്കിലും നമ്മളതുപോലെ ഒരു സോങ്ങിനകത്ത് തന്നെ ആണെങ്കിലും 100-300 പേരുണ്ട്. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ നമ്മളുണ്ടല്ലോ, ഇവരെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു വിഷയം. ഈ പറഞ്ഞ എഫേർട്സ് ഒക്കെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എഫേർട്സ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ആ പടം ഹിറ്റ് ആകുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അതല്ല ഇൻഡസ്ട്രിയില് പടം ഹിറ്റ് ആണല്ലോ, ഹിറ്റ് ആയാലും ഈ ഇൻഡസ്ട്രി തന്നെ നിൽക്കും. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിനാണ് ഒരുപാട് പേര് ജോലി ചെയ്തതല്ലേ. ഇത് ഈ ഒരു വ്യവസായമല്ലേ ഇത് റൺ ചെയ്യണമെങ്കിൽ സിനിമകൾ ഹിറ്റാകണം, പിന്നെ എന്നാലേ എല്ലാവർക്കും തൊഴിലാവുള്ളൂ. അതൊരു ഘടകമല്ലേ. അപ്പം ഇപ്പോൾ പൊതുവെ ഇപ്പോൾ റിവ്യൂവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് വരുമ്പോഴാണെങ്കിലും ഒരു പടത്തിന് എന്തെങ്കിലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പം തന്നെ താറടിച്ച് പറയുന്ന പോലെ ഉണ്ട്. ശരിക്കും അങ്ങനെ പറയുന്നത് ആ പടത്തിന് മൊത്തത്തിലും നശിപ്പിക്കുന്ന പോലെ എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും അതിനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു കണ്ടന്റ് കണ്ടിട്ട് അതിന് എന്തെങ്കിലും പ്രോപ്പർ റെലവൻസ് ആയിട്ടുള്ള കമന്റ്സ് ഡെഫിനറ്റ്ലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഈ പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ പൊതുവെ എന്താണെന്ന് അറിയില്ല, കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. മീൻസ് 100 കമന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 25 ആയിരിക്കും ചില പോസിറ്റീവ് ആയിട്ടുള്ളത്. ആർക്ക് എന്തും പറയാമല്ലോ. പക്ഷേ
എന്നാലും അവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞ ആ സിനിമ ചിലവര് പറയില്ലേ ആ സിനിമ നല്ലതാണോ നോക്കിയിട്ട് പോവാ, അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് മാറി എന്ന് അല്ല ഇപ്പൊ അങ്ങനെയാണ്. ആഫ്റ്റർ കോവിഡ് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ 100-200 അല്ലെങ്കിൽ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എൻ്റയർ പ്ലാറ്റ്ഫോം നമ്മുടെ മൊബൈലിൽ കിട്ടുമ്പോൾ സോ പീപ്പിൾ ചൂസ് ചെയ്യാവും. സോ ആ ഒരു സിനാരിയോയിൽ നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നല്ല കോണ്ടന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പീപ്പിൾ വരും. ഇപ്പൊ ആൾക്കാർ പോകുന്നില്ലേ സിനിമയിൽ, സ്റ്റിൽ ഐ മീൻ തിയേറ്റേഴ്സിൽ സ്റ്റിൽ ആൾക്കാരുണ്ട്. പക്ഷെ അത് ഏതാന്നുള്ളവർ ചൂസ് ചെയ്യണം. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏത് വർക്ക്ഔട്ട് ആവും ഏത് വർക്ക്ഔട്ട് ആവില്ല എന്നൊക്കെ. എന്താണ് സാറിന് പറയാനുള്ളത്? എനിക്ക് പറയാമെന്ന് വെച്ചാൽ നമ്മളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിനെ, പ്രേക്ഷകനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാര്യം ട്രെൻഡുകൾ മാറുന്നതിൻ്റെ അതൊരു വലിയ ഘടകമാണ്. വലിയ പടങ്ങൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ നല്ലത് കൊടുക്കുക, ജനം പിന്നെ സ്വീകരിക്കുക എന്നുള്ള പ്രതീക്ഷയല്ല. പിന്നെ പ്രൊഡ്യൂസറെ സേഫ് ആക്കുക. ഏറ്റവും വലിയൊരു ഡയറക്ടറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കാശ് മുടക്കിയ ആളിനെ സേഫ് ആക്കുക. അതാണ് ഞാനും എനിക്കും ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ട ദിവസങ്ങൾ. കോൺഫിഡൻസ് ഉണ്ട് 100%. കാര്യം വെച്ചാൽ നിങ്ങൾ പടം കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പാണ്. കാര്യം വെച്ചാൽ ഇത് നമുക്ക് ചുറ്റുമുള്ള ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ള പല മുഖങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഷുവർ. കാര്യം വെച്ചാൽ ഇന്നത്തെ സബ്ജക്റ്റ് വൈസിലാണെങ്കിലും അതുപോലെ തന്നെ MBBS പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് കരിയർ ആകുന്നു. എന്നുവെച്ചാൽ എന്തെല്ലാം പ്രതീക്ഷയോട് മക്കളെ പഠിപ്പിക്കുന്നു. അവർ എന്നിട്ട് ആ അച്ഛൻ അറ്റയ്ക്ക് വന്ന് മരിക്കുന്നതായിട്ടുണ്ട്. അല്ല ഈ സബ്ജക്റ്റ് എങ്ങനെയാ പോകുന്നത്? നമ്മുടെ ശരിക്കും ഒരു സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ. നിങ്ങളെല്ലാവരും ഫിലിം പോയി കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരും കാണുക, പടം ഇഷ്ടപ്പെടും. കാര്യം വെച്ചാൽ നിങ്ങൾ എവിടേക്കോ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടും. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല സിനിമകൾ എന്നും ജനിക്കേണ്ടത് മലയാളത്തിന് അഭിമാനമാകുന്നൊരു ചിത്രമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും പുതിയ പുതിയ സിനിമകളായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു.